ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും ജെഇ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം. 22-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അല്ലേ. സോ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് ആ സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഓർത്ത് വെക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയൊക്കെ ആയിരിക്കും എക്സാമിന് പോകുന്നത് അല്ലേ. അത്ര അണിഞ്ഞൊരുക്കൊന്നും വേണ്ട. സോ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ജെഇ മെയിൻ്റെ ഡ്രസ് കോഡ് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു ഡ്രസ് കോഡൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു എക്സാം ഹാളിൽ കയറി ഇരിക്കുമ്പം നമുക്ക് ഉണ്ടാവാനുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോർമലായിട്ടൊരു ഡ്രസ് കോഡ് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡ്രസ് കോഡ് അങ്ങനെ പർട്ടിക്കുലർലി പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജഷൻ ചെയ്യുകയാണ്. സോ ഈ രീതിയിൽ പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. സോ ബോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ആഗ്രഹം കാണും അല്ലേ. കുറേ കുട്ടികളൊക്കെ അവിടെ വരുന്നതാണ്. അപ്പോൾ സോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സോ ഹെഡ് കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കുക. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ക്യാപ്പ് വെക്കാൻ പാടില്ല. ദെൻ നമ്മൾ ഹുഡീസ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം നമുക്കറിയാം ഹെഡ് കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. സോ അതൊന്നും പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ, അതായത് നിങ്ങൾ പാൻസിലായാലും അതേപോലെ തന്നെ നിങ്ങളുടെ ടോപ്പിലായിട്ട് നിൽക്കുന്ന ഏത് ടീഷർട്ടായാലും ഷർട്ടായാലും നിങ്ങൾ മെറ്റൽ പാർട്ടുകളൊന്നും അതിലുണ്ടാകാനായിട്ട് പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ഓവറായിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. ലൈറ്റ് ആയിട്ടുള്ള ടീഷർട്ടുകളും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ടീഷർട്ടുകളും ജീനുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കയ്യിലും കഴുത്തിലും ഒക്കെ ധാരാളം മെറ്റലായിട്ടുള്ള മാലകളും റിങ്ങുകളും ഒക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടൊരു ആഗ്രഹം കാണും. അതും അങ്ങ് ഒഴിവാക്കിയേക്കുക കേട്ടോ. സോ അതുപോലെ ആക്സസറീസും ജ്വല്ലറീസും മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഉപയോഗിക്കാനേ പാടില്ല എന്ന് അർത്ഥം. ഓക്കെ. സോ അപ്പോൾ പോകേണ്ട ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സിമ്പിൾ ടീഷർട്ട്, സിമ്പിൾ പാൻറ്റ്, ദെൻ ആക്സസറീസ് ഒന്നും പാടില്ല. ഇനി അതേപോലെ തന്നെ ഷൂസിൻ്റെ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ ഷൂസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എന്നാലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയും യൂസ് ചെയ്യണം എന്നാണെങ്കിൽ തിക്കായിട്ടുള്ള സോള് വരുന്ന ഷൂസൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതിലും മെറ്റൽ പാർട്ടുകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. സോ ഇനി നമുക്ക് പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. സോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് നോർമൽ ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ടോപ്പോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ദെൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ മാക്സിമം ഈ ഷോള് വരുന്നത് അല്ലെങ്കിൽ ദുപ്പട്ട വരുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡ്രസ്സിൽ ഓവറായിട്ടുള്ള വർക്കുകൾ, മെറ്റൽ പാർട്ടുകൾ, ഒന്നും ചെയിനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. അതേപോലെ നിങ്ങൾ ആക്സസറീസ്, നിങ്ങൾ ജ്വല്ലറീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അന്നേ ദിവസം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ മാക്സിമം അതൊന്നും യൂസ് ചെയ്യാതെ പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോബ്ലം ആകാൻ ചില സമയത്ത് സാധ്യതയുണ്ട്. സോ അതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഒരു പിന്നെ അതൊക്കെ ആലോചിച്ച് നിങ്ങളുടെ കുറേ സമയമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ വരും. കമൻറ്റ് ബോക്സ് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചില ഡൗട്ടുകളാണ്. ക്യാൻ ഐ വെയർ ജീൻസ് അല്ലേ, ജീൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഡൗട്ട്. അതിനുള്ള ഉത്തരം ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യുക, ഓവർ ഡിസൈൻഡ് ആയിട്ടുള്ള ഒത്തിരി പോക്കറ്റുകളൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ജീൻസുകൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വരാനുള്ള ഡൗട്ടാണ്, ക്യാൻ ഐ ബ്രിങ് വാച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. മസ്റ്റായിട്ടും കൊണ്ടുപോകരുത്. കാരണം എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസും എക്സാം ഹാളിൽ പ്രൊഹിബിറ്റഡ് ആണ്. സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയേ വേണ്ട. ഇനി അടുത്ത വരുന്ന ഡൗട്ടാണ് ബെൽറ്റ് യൂസ് ചെയ്യരുത്. കാരണം ബെൽറ്റിലെല്ലാം എന്തുണ്ട്, മെറ്റൽ പാർട്ട് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. സോ ബെൽറ്റും യൂസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത വരുന്ന ഡൗട്ടാണ്, ഷൂസ് യൂസ് ചെയ്യാമോ എന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ചപ്പലുകൾ യൂസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി വരുന്നത് ഫുൾ സ്ലീവ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫുൾ സ്ലീവ് യൂസ് ചെയ്യാം. പക്ഷേ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മെറ്റൽ പാർട്ടുകൾ വരുന്ന ഡ്രസ്സുകൾ മാക്സിമം ഒഴിവാക്കുക, ഓവർ ഡിസൈൻഡ് ആയിട്ടുള്ളതും. ഇനി അടുത്ത വരുന്നതാണ് ഹാൻഡ് കർച്ചീഫിൻ്റെ കാര്യം. സോ കർച്ചീഫ് നിങ്ങൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, മാസ്ക് ഒക്കെ ആയിട്ട് മുഖമൊക്കെ മറച്ച് കെട്ടിക്കൊണ്ടൊക്കെ പോകാറുണ്ട്. സോ അങ്ങനെ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മാസ്ക് തന്നെ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. കർച്ചീഫ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. സോ ഇപ്പോൾ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ. സോ ബാക്കി നമ്മൾ എത്ര പഠിച്ചു അല്ലെങ്കിൽ എത്ര രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷനാണ്, കോൺഫിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുൾ എക്സാമിനെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കുക. വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ എക്സാമിന് പോവുക. സോ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ സാധിക്കും.